മെഴഞ്ചാൻതോടിലെ മാലിന്യം നീക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കിടയിൽ തലസ്ഥാന നഗരത്തിൽ പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ അവഗണിക്കപ്പെടുകയാണ്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ കൊതുകടക്കമുള്ള രോഗകാരികളായ ജീവികൾ പെരുകുന്നത് തടയാൻ സംവിധാനമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ. പൊതുജന ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയായിട്ടും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ്. സർക്കാരും നഗരസഭയും ചേർന്ന് സൃഷ്ടിക്കുന്ന പുകമറയിൽ ശ്രദ്ധയിലെത്താതെ പോകുന്നത് ആമയിഴഞ്ചാൻ തോടക്കമുള്ള തലസ്ഥാനത്തെ മാലിന്യവാഹികളായ ജലാശയങ്ങളും അവ സൃഷ്ടിക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. ചീഞ്ഞു നാറുന്ന മാലിന്യ കൂമ്പാരങ്ങളിൽ കൊതുകും ഈച്ചയും എലിയും അടക്കമുള്ള ജീവികൾ പെറ്റുപെരുകുന്നു. ഇത് രോഗവ്യാപനത്തിനും കാരണമാകുന്നു. ആശുപത്രികൾ, ഹോട്ടലുകൾ, മാംസവിൽപ്പനശാലകൾ തുടങ്ങി ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം തള്ളുന്ന നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും തിരുവനന്തപുരത്തുണ്ട്. കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിലും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിലും കോർപ്പറേഷൻ പരാജയപ്പെട്ടതാണ് മാലിന്യം തള്ളൽ വർദ്ധിക്കാൻ കാരണം. പനിയടക്കമുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെടുകാര്യസ്ഥതകളിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നതാണ് ശ്രദ്ധേയം. മാലിന്യം കുന്നുകൂടുന്നത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ ആരോഗ്യവകുപ്പിനും സർക്കാരിനും നേരിട്ട് ഇടപെടാൻ സാധിക്കും. ഉദ്യോഗസ്ഥർ നിരവധി തവണ സാഹചര്യം ബോധ്യപ്പെടുത്തിയിട്ടും വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ മൗനം തുടരുകയാണ്. രോഗവ്യാപനം തടയാനുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന ഉത്തരവാദിത്തം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വഴിപാട് മാത്രമായി ചുരുങ്ങിയതും ആരോഗ്യവകുപ്പ് കണ്ടില്ലെന്ന് നടിക്കുന്നു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളുമുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. ഇടപെടേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പുമാണ്. കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണെന്ന ഒറ്റ കാരണം കൊണ്ട് അത്തരം നടപടികളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകരുത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ഈ ഒരു ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യങ്ങൾ ഇത് രോഗകാരിയായി മാറുകയാണ്, കൊതുകുകളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറുകയാണ്. തലസ്ഥാന ജില്ല പകർച്ചവ്യാധികളിൽ ഇങ്ങനെ വിറയ്ക്കുമ്പോൾ അതിന് ഏറ്റവും ഒരു കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത് ഇത്തരത്തിലുള്ള മാലിന്യവാഹിനികളായ ഈ തോടുകൾ തന്നെയാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആമയിഴഞ്ചാൻ തോട് തന്നെയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. നഗരസഭയുടെ ഒത്താശയോടെയാണ് കയ്യേറ്റങ്ങൾ നടക്കുന്നത് എന്നുള്ള വിമർശനങ്ങളുമുണ്ട്. പക്ഷേ ഒരു ഇടപെടലും ഒരു പരിഹാര മാർഗങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധവും എത്രത്തോളം ശക്തമാണ്? സുരേഷ്, ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണത്. ഇതിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മഴക്കാലം സജീവമാകുന്നതിന് മുൻപ് തന്നെ പകർച്ചവ്യാധികൾ ആരംഭിച്ചതാണ്. അതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നടത്തുന്നതിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോട് മാത്രമല്ല, തിരുവനന്തപുരത്തെ ആറുകളാണെങ്കിലും മറ്റുള്ള തോടുകളാണെങ്കിലും സംസ്ഥാനമൊട്ടാകെ ഇതേ അവസ്ഥ തന്നെയാണ്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച സമയത്ത് അതിനകത്തുള്ളത് കൂടുതലും മെഡിക്കൽ മാലിന്യങ്ങളാണ്. അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ, ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കൈകാലികൾ, ഷുഗർ വന്ന പേഷ്യൻസിനൊക്കെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നതൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള അവയവങ്ങൾ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിലുണ്ട്. മാത്രമല്ല, കമ്പികൾ, ഈ മെത്തകൾ, പ്ലാസ്റ്റിക്കിന്റെ അവശിഷ്ടങ്ങൾ, വലിയ ഹോട്ടലുകളിലെയും മറ്റിടങ്ങളിലെയും ഡ്രെയിനേജ് മാലിന്യങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനായി പോയ സമയത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഹോട്ടലുകൾ, ആ ഹോട്ടലുകളുടെയൊക്കെ ഡ്രെയിനേജ് കണക്ട് ചെയ്തിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോടിലേക്കാണ്. രാജാജി നഗർ, ചെങ്കൽച്ചൂള എന്നീ ഭാഗങ്ങളിലെ ഡ്രെയിനേജ് കണക്ട് ചെയ്തത് ഈ തോട്ടിലേക്കാണ്. എല്ലാ വീട്ടിലെയും അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങൾ, അതായത് ചില ചിക്കൻ കടകളിൽ നിന്നൊക്കെയുള്ള അറവ് മാലിന്യങ്ങൾ, ഇതെല്ലാം തള്ളുന്നത് ആമയിഴഞ്ചാൻ തോടിലേക്കാണ്. അങ്ങനെ തലസ്ഥാനത്തെ എല്ലാ തോടുകളും, തലസ്ഥാനത്തെ മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെയുള്ളൊരു സാഹചര്യമാണിത്. മാലിന്യവാഹികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള തോടുകൾ. ഇത് ഉണ്ടാക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമാണ്. നിലവിൽ തന്നെ സംസ്ഥാനത്ത് പ്രതിദിനം പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നത് 11,000-ലധികം ആളുകൾക്കാണ്. ഇത്
മഴ ഇനി സജീവമാകുന്ന സമയത്ത് ഈ പകർച്ചവ്യാധികളുടെ എണ്ണം ഇനിയും ഉടരും. 10-ലധികം പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കോളറ, മലമ്പനി, H1N1, വെസ്റ്റ് നൈൽ പനി, ഇൻഫ്ലുവൻസ കാരണമുള്ള വൈറൽ പനി, അത്തരത്തിൽ വ്യാപകമായി തന്നെ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എലിപ്പനി വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഈച്ചകളും കൊതുകുകളും എലികളും ഈ മാലിന്യത്തിൽ പെരുകുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. മരണവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി മരണം സ്ഥിരീകരിച്ചു, എലിപ്പനി മരണം സ്ഥിരീകരിച്ചു, കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകരയിലൊക്കെ കോളറ ബാധിച്ച് നിരവധി പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇതിന്റെ ഉറവിടം എന്താണെന്ന് ശ്രീ കരമനാജിത്ത് കൗൺസിലർ നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ കരമനാജിത്ത്, ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു ദയനീയ അവസ്ഥ അത് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. എവിടെയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഒരു രക്തസാക്ഷി ഉണ്ടായത്? ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഈ തോട്ടിലേക്ക് ഇറങ്ങിയ ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു നിസ്സംഗ മനോഭാവമാണ് നഗരസഭയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ചില നടപടികൾ മാത്രമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നമുക്ക് വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ മാലിന്യവും ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ കേൾക്കാം. മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം പൂർണ്ണമായും പരാജയമാണ് എന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സഭയ്ക്കകത്തും പുറത്തും അത്തരത്തിലുള്ള ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ തന്നെ, പാർട്ടിയുടെ ജില്ലാ ഘടകമായിരുന്നാലും ശരി തന്നെ വളരെ ശക്തമായ രീതിയിൽ ഇത്തരത്തിലൊരു ആപത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അവസരമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലവട്ടം നമ്മൾ സഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അവസാനം നടന്ന സ്പെഷ്യൽ കൗൺസിൽ പോലും മനഃപൂർവ്വം ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു പരിചയസമ്പന്നരായ നിരവധി കൗൺസിലർമാർ അവിടെ ഉണ്ടായപ്പോൾ അവരുടെ അഭിപ്രായ സമന്വയവും പോലും ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാതെ സഭയെ പിരിച്ചുവിട്ട ഒരു സമീപനമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് മാലിന്യം, ഇപ്പം ഒരു ജോയി എന്ന് പറയുന്ന രക്തസാക്ഷി ഉണ്ടായി, താങ്കൾ പറഞ്ഞതുപോലെ രക്തസാക്ഷി ഉണ്ടായി. ഇപ്പൊ മാലിന്യ നീക്കത്തെ സംബന്ധിച്ചിടത്തോളം ദ്രുതഗതിയിൽ മുഖം രക്ഷിക്കുവാനുള്ള പല നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വസ്തുതയാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, 2023-24 സാമ്പത്തിക വർഷത്തിൽ 8 കോടി രൂപയാണ് ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ നീക്കിവെച്ച് കേവലം 2 കോടി രൂപ മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് അവർ ഇച്ഛാശക്തിയോടുകൂടി ഇത്തരം പ്രവർത്തികൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തോടുകളും കനാലുകളും അതുപോലെ തന്നെ നമ്മുടെ ചെറു ഓടകളും ഒക്കെ വൃത്തിയാക്കുവാൻ ഇവർ തയ്യാറായില്ല എന്നുള്ള ഒരു വസ്തുത മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഭീകരമായി നേരിടാൻ പോകുന്ന മറ്റൊരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും പനി രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ അത് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പോലുള്ള സംവിധാനം ആരോഗ്യ മേഖല പരാജയപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിൽ പോലും കുടുങ്ങി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം വരെ സംജാതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പകർച്ചവ്യാധിക്കെതിരെ എന്ത് നിലപാടാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത്? ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കഴിഞ്ഞ 45 വർഷക്കാലം ഇവർ ഭരിക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ എലിപ്പനി, അതുപോലെ തന്നെ ഡെങ്കിപ്പനി, അതുപോലെ തന്നെ കോളറ, ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുൻപുള്ള കാലങ്ങളിൽ എലിയെ നശീകരണം ചെയ്യുവാനുമുള്ള ഒരു ബിസ്ക്കറ്റ് തരത്തിലുള്ള ഒരു ഉൽപ്പന്നം നമ്മുടെ എല്ലാ വാർഡുകളിലും വിതരണം ചെയ്യും. ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ 4 വർഷത്തില് എലികളെ നശീകരിക്കുന്നതിനുള്ള യാതൊരു സംവിധാനവും ഉണ്ടായിട്ടില്ല. അത് കാരണമാണ് എലിപ്പനി. എന്റെ നെടുങ്കാട് വാളിൽ തന്നെ എലിപ്പനി മുഖാന്തരം മരണപ്പെട്ട ഒരു രോഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ നമ്മുടെ ആരോഗ്യ വിഭാഗം ഇത്തരത്തിൽ ഈ പകർച്ചവ്യാധി തടയുന്നതിനുള്ള എന്ത് സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് അവർ പറയാൻ ഈ സാഹചര്യത്തിൽ സന്നദ്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കണം. ആ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളിൽ മുഴുവൻ വെള്ളം തളം കെട്ടി നിൽക്കുകയാണ്. ഈ തളം കെട്ടി നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചിരട്ടയിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നാൽ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന ഹെൽത്ത് വിഭാഗം ഇത്തരത്തിൽ റോഡുകൾ മുഴുവൻ വെള്ളക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പകർച്ചവ്യാധികൾ
ഉണ്ടാകാൻ ചാൻസ് ഉള്ള കൊതുകുകളാണ് അവിടെ നിന്നും ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. തീർച്ചയായിട്ടും കൊതുകിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആ കൊതുകുകൾ ഈ നഗരം മുഴുവൻ കൊതുകുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനൊക്കെ എന്ത് സംവിധാനമാണ് ഭരണസമിതി ചെയ്തത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി മാലിന്യ നീക്കത്തോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധി തടയുവാനുള്ള അടിയന്തര നടപടി ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം ശ്രീ കരമന അജിത്ത്, ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു പൂർവ്വകാലം നമുക്കറിയാം. വളരെ വലിയ രീതിയിൽ ഒഴുകിയിരുന്ന, വലിയ ജലസ്രോതസ്സായി ഒഴുകിയിരുന്ന ഒരു തോടായിരുന്നു ഇത്. പക്ഷേ പിന്നീട് കാലക്രമേണ ഈ നഗരത്തിൻ്റെ ഒരു കയ്യേറ്റം, നഗരത്തിലെ വൻകിടക്കാരുടെ അടക്കം കയ്യേറ്റത്തിന് വിധേയമായി ഇത് മെലിഞ്ഞുണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനോ നഗരസഭ ഒരു കാലത്ത് മുൻകൈ എടുത്തിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ഈ കയ്യേറ്റങ്ങൾ നടക്കുന്നു എന്നും ആ കയ്യേറ്റങ്ങൾക്ക് നടപടി സ്വീകരിക്കണമെന്നും പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ വെള്ളയാമ്പലത്തു നിന്ന് തുടങ്ങുന്ന ഈ തമ്പാനൂർ തോട്, അതായത് തമ്പാനൂർ തോട്, നമ്മുടെ പഴവങ്ങാടി തോട്, അത് കഴിഞ്ഞ് കണ്ണമ്മൂല കഴിഞ്ഞ് പുള്ളൂർ തോടും അതുപോലെ തന്നെ പട്ടം തോടും വന്ന് ചേരുമ്പോഴാണ് ഈ ആമയിഴഞ്ചാൻ ഓട എന്ന് നമ്മൾ, അല്ലെങ്കിൽ തോട് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങൾ നിങ്ങൾ പട്ടം തോടിലെയും മുള്ളൂർ തോടിന്റെയും ആ വിവിധ കരകൾ ചെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. മുഴുവൻ കയ്യേറ്റങ്ങളാണ്. എന്തിനേറെ പറയുന്നു, ഈ ഓടയുടെ മുകളിൽ വരെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നു. ഇവിടെ ഭരണസമിതി എഞ്ചിനീയറിംഗ് വിഭാഗം വെറും നോക്കുകുത്തിയായിരിക്കുന്നു. കാരണം നോക്കുകുത്തി മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റോപ്പ് നമ്മൾ കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ അപ്പോൾ തന്നെ ഭരണസമിതി ഇടപെടും. അപ്പോൾ തന്നെ ഭരണസമിതി, നിങ്ങൾക്കറിയാമല്ലോ, വഞ്ചൂരില് മാലിന്യം കയറ്റി വന്ന ഒരു വണ്ടിയെ പിടിച്ച് ഹെൽത്തിന്റെ വിഭാഗം കസ്റ്റഡി എടുത്തപ്പോൾ ആ ഹെൽത്ത് ഓഫീസറെ മാറ്റിയ ചരിത്രമാണ് നമ്മുടെ നഗരസഭയിൽ ഉണ്ടായത്. അപ്പോൾ സ്വതന്ത്രമായി ഇച്ഛാശക്തിയോടുകൂടി ശക്തമായ നടപടിയെടുക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതും അവർക്കൊരു കൂച്ചു വിലങ്ങിട്ടിരിക്കുകയാണ്. നമ്മളൊന്ന് നോക്കണേ, ഈ കയ്യേറ്റങ്ങള് നമ്മുടെ ഈ തോടുകളുടെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ നോക്കണം. കയ്യേറ്റങ്ങൾ മാത്രമല്ല, പല ആമയിഴഞ്ചാൻ തോടിന്റെ കൈവരികൾ പല സ്ഥലങ്ങളിലും ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നു, ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്നു. അത് കാരണം വെള്ളം കയറുവാനുള്ള അവസരങ്ങൾ, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത്, മഴ ശക്തമാകുന്ന സമയത്ത് അതുവഴി വെള്ളം കയറുന്നു. ആ വെള്ളം കയറുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എന്തുകൊണ്ടാണ് ഭരണസമിതി പരാജയപ്പെട്ടത്? നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ അമൃത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫേസ് 1 നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ഈ തരത്തിലുള്ള ഓടകൾ, അതായത് മഴവെള്ളം വരുമ്പോൾ മഴവെള്ളം കൃത്യമായി അതിന്റെ യഥാസ്ഥാനത്ത് ചെന്ന് എത്തുന്നതിന് വേണ്ടിയുള്ള ഇരു കരകളും കെട്ടി ഉറപ്പിക്കുന്നതിന്, പുതിയ ഓടകൾ നിർമ്മിക്കുന്നതിനും ഉള്ള ഓടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമൃത് 1 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഫേസ് നമ്മൾ ഉണ്ടാക്കിയത്. കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടത്. കേവലം 33% മാത്രമാണ് നഗരസഭ ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഞെട്ടിക്കുന്നതാണ്. നിങ്ങൾ അറിയുന്നു, കേന്ദ്ര ഗവൺമെന്റ് വേണ്ട രീതിയിൽ പണം അനുവദിക്കുമ്പോൾ ആ പണം യഥാസമയം ഉപയോഗിക്കുവാൻ പരാജയപ്പെട്ടു. മറ്റൊന്ന്, വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് 200 കോടി രൂപയാണ് രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ശ്രമപരമായി കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ്, 1.5 മാസത്തിന് മുമ്പ് കൊടുത്തത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വഴി ആ പണം കൊടുക്കുവാൻ അതിൽ 50 കോടി രൂപ കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. എന്റെ ഈ 50 കോടി കൊടുത്തുകൊണ്ട് ഇതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പോലും അതിന്റെ മുകളിൽ കയറി അടയിരിക്കുകയാണ്. ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? ആ പണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആമയിഴഞ്ചാൻ തോടായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ പട്ടം തോടായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ ഉള്ളൂർ തോടായിരുന്നാലും ശരി തന്നെ, പാർവതി പുത്തനാരായിരുന്നാലും ശരി തന്നെ, കൈവരികൾ ഇരുവശങ്ങളിൽ വരുന്ന 900-200ഓളം ഓടകളുടെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, ചെറുതും വലുതുമായ തോടുകളും ഓടകളും അതുപോലെ തന്നെ ആ കല്ലിയാറും അതുപോലെ തന്നെ നമ്മുടെ കരമനയാറിനെയൊക്കെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഈ കാലതാമസം? ആരാണ്? ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് വരുത്തുവാൻ പാടില്ല. അതിന്റെ ഇമേജ് കേന്ദ്ര ഗവൺമെന്റിനും BJPക്കുമാകുമെന്നുള്ള ഭയം കൊണ്ടാണ് അത്തരം പ്രവൃത്തിക്ക് പോലും തയ്യാറാകുന്നത്. അതുകൊണ്ടാണല്ലോ ഫേസ് 1 എന്നുള്ള നിലയിൽ അമൃത് പ്രോജക്റ്റുമായി 33% മാത്രം ചെലവഴിക്കുവാൻ വേണ്ടി തയ്യാറായത്. നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ നാടിന്റെ ഈ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണുക, അല്ലെങ്കിൽ മാലിന്യത്തിന് പരിഹാരം കാണുക, ഓടകളുടെ നവീകരണത്തിന് പരിഹാരം കാണുക, തീർച്ചയായിട്ടും ഒഴുക്കുകൾ പൂർണ്ണമാക്കുക, ആ ഒഴുക്കിന് തടസ്സം നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മളെ
അനന്ത പോലുള്ള ഓപ്പറേഷൻ പദ്ധതികൾ നമ്മൾ നടത്തിയതാണ്. തീർച്ചയായിട്ടും ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ എന്തുകൊണ്ടാണ് ഒരു ഇച്ഛാശക്തിയോടുകൂടി ഭരണകൂടം തയ്യാറാകട്ടത്? ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ആരെയാണ് ഭയക്കുന്നത്? ഇത് ആരാണ് കയ്യേറിയുന്നത്? പച്ചയായ സത്യമാണ്. ഇത് ആരാണ് കയ്യേറിക്കൊണ്ടിരിക്കുന്നതും ഈ കയ്യേറുന്നതിന് ഒത്തേശ ചെയ്തു കൊടുക്കുന്നതും ആരാണ്? അതുകൊണ്ടാണല്ലോ ഈ പക്വതയും പാകുതയും ഇല്ലാത്ത ഒരു മേയറെ കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുന്ന ഒരു കളിപ്പാവെ പോലെ, ഈ കളിപ്പാവെ പോലെ അതിനെ നമ്മൾ നൂലുകളിൽ കെട്ടി പാവ കളിക്കും പോലെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ കരമന അജിത്ത്. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും രശ്മിയിലേക്ക്. രശ്മി, ശ്രീ കരമന അജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം കയ്യേറ്റങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോഴും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല. ഉന്നതർക്ക് ഒത്താശ ചെയ്യുന്നൊരു സമീപനമായിരുന്നു എല്ലാ കാലത്തും അവർ സ്വീകരിച്ചത്. പക്ഷേ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് നഗരവാസികളാണ്, പാവപ്പെട്ട ജനങ്ങളാണ്. അതാണ് നമ്മളിപ്പോൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം പേരിന് പോലും നടത്തിയിരുന്നില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ രോഗവ്യാപനമുണ്ടായപ്പോൾ മാത്രമാണ് പേരിനെങ്കിലും മാലിന്യ നീക്കത്തിന് തുനിഞ്ഞത്. അതിൻ്റെ ഒരു അനന്തരഫലം അതിൻ്റെ പിന്നീടുള്ള ചിത്രവും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP കൗൺസിലർമാർക്ക് കഴിഞ്ഞ ദിവസം നഗരസഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം വിരമ്പുകയാണല്ലേ? പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. പക്ഷേ നഗരസഭയ്ക്കെതിരെ, അതായത് ആരോഗ്യ വകുപ്പിനാണെങ്കിലും സർക്കാരിനാണെങ്കിലും കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താവുന്നതാണ്. പക്ഷേ അത് ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് തന്നെ ഈ നഗരസഭയുടെ യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും, മരണസംഖ്യ ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കരമന അജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആറിന്റെ ഉത്ഭവം, അതായത് തോട് ഉത്ഭവിക്കുന്ന വെള്ളയമ്പലം ഭാഗത്തു നിന്നാണ്. ഇത് ആരംഭിക്കുന്ന ഭാഗത്ത് എത്ര കണ്ട് വീതി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു തമ്പാനൂർ ഭാഗത്തേക്കൊക്കെ എത്തുന്ന സമയത്ത് അവിടെ ഈ രാജാജി നഗർ, ചെങ്കൽച്ചുള്ള ഇവിടെ അനധികൃത കയ്യേറ്റങ്ങൾ കാരണം അതൊരു ഓട പോലെ ചെറിയൊരു വീതി വളരെ കുറഞ്ഞ് 4/1 അതിന്റെ വീതി കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും പലയിടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചിലയിടങ്ങളിൽ കയ്യേറ്റമില്ല. പക്ഷെ അവിടെ ഈ പാർശ്വഭിത്തികൾ ഉൾപ്പെടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പാർശ്വഭിത്തികൾ കൃത്യമായി സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ മാലിന്യം സംസ്കരിക്കുന്നത് കൃത്യമായി തന്നെ അത് സംസ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീ സതീഷ് ഗോപി, ഹൈഡ്രോളജിസ്റ്റ്, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സതീഷ് ഗോപി, ഈ നഗരത്തിന്റെ മാലിന്യങ്ങൾ ഒഴുകുന്ന അല്ലെങ്കിൽ ഒരു വലിയ ആ മാലിന്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വലിയ വാഹിനി തന്നെയാണ് ഈ ആമയിഴഞ്ചാൻ തോട്. അത് ഒരു കാലത്ത് വലിയ രീതിയിൽ അതിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു. ഈ വ്യാപ്തി ഉണ്ടായിരുന്ന ഈ ഒരു തോടാണ് ഇപ്പോൾ മെലിഞ്ഞ് ശുഷ്കമായിരിക്കുന്നത്. ഇതിന് കാരണം തീർച്ചയായും സ്വാഭാവികമായും ഈ കയ്യേറ്റങ്ങളൊക്കെയാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ തോട് വൃത്തിയാക്കാത്ത ഒരു അനാസ്ഥ നഗരസഭയുടെ ഭാഗത്തിനും ഉണ്ടാകുന്ന. ഇത് ഈ വൃത്തികേടായി ഈ തോട് ഒഴുകുമ്പോൾ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും, അറവുശാലകളുടെ അടക്കം മാലിന്യങ്ങൾ വഹിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇടമായി ഈ ആമയിഴഞ്ചാൻ തോട് മാറുമ്പോൾ രോഗം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് നഗരവാസികളൊക്കെയും. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്, 100% ശരിയാണ്. യഥാർത്ഥത്തിൽ ഈ തോടുകളൊന്നും മാലിന്യവാഹിനികളായിരുന്നില്ല. ഇത് ഒരു 40-45 വർഷം മുമ്പ് ആൾക്കാർ കുളിക്കുന്നത് കാണാമായിരുന്നു ഈ തോടുകളിൽ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ തോട് ഇത്തരത്തിൽ വാഹിനികളായി മാറി ഗുരുതരമായ രോഗം പരത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നമ്മുടെ ആൾക്കാരുടെ ശ്രദ്ധക്കുറവും അതുപോലെ നമ്മുടെ ഭരണത്തിലിരിക്കുന്നവരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയുമാണ്, ദീർഘവീക്ഷണമൊന്നും ഇല്ലായ്മയാണ്. എല്ലാ മാലിന്യങ്ങളും ഈ തോടിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ വഴി. ഇപ്പോ തമ്പാനൂർ ഭാഗത്ത് തന്നെ നമുക്ക് നോക്കാം. തമ്പാനൂർ ഭാഗത്ത് വളരെ എഫക്റ്റീവായിട്ട് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്ര ഹോട്ടലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നഗരസഭയിലെ ആൾക്കാർ വരണമെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണം അവരുടെ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ വേറെ എവിടെയെങ്കിലും സംവിധാനം ചെയ്യണം. പിന്നെ ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ചെയ്യണം. അങ്ങനെ സംവിധാനം ചെയ്ത എത്ര സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനുള്ളിൽ, മെയിൻ ബസ് സ്റ്റാൻഡിനുള്ളിൽ എത്ര പിന്നീട് കോഫി ഷോപ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന മാലിന്യങ്ങളൊക്കെ അവരെവിടെ കൊണ്ട് കളയുന്നു? അത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഒബ്സർവേറ്ററി ഹില്ലിന്റെ അവിടെ നിന്ന് ആരംഭിക്കുന്ന പഴവങ്ങാടി തോട്, ആ പഴവങ്ങാടി തോട്
ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അതിന്റെ വെള്ളം ശുദ്ധമാണ്. അതേസമയം അത് ബേക്കറി ജംഗ്ഷൻ കഴിയുമ്പോഴാണ് അത് മാലിന്യവാഹിനിയായിട്ട് മാറുന്നത്. അപ്പൊ എവിടെയാണ് ഇത് വരുന്നത്? ആ സ്ഥലത്ത് ഏത് തരത്തിലുള്ള മാലിന്യങ്ങളാണ് നിക്ഷേപിക്കുന്നത്? അപ്പൊ അവർക്ക് ഇപ്പൊ ഇതിനകത്ത് ആരെങ്കിലും സ്വേജ് തുറന്നു വിടുകയാണ്, മനുഷ്യ വിസർജനം തുറന്നു വിടുകയാണെങ്കിൽ ആ വിടുന്ന ആൾക്കാർക്ക് പകരം സംവിധാനം ഉടനടി ചെയ്തു കൊടുക്കുകയും ഈ വിടുന്ന കാര്യങ്ങളെല്ലാം ഉടനെ ക്ലോസ് ചെയ്യുകയും വേണം. നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഒന്നാം സംസ്ഥാനത്തിൽ ഫസ്റ്റ് കിട്ടിയ സംസ്ഥാനമാണ് 1972. ഇന്ന് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ഒരു മാലിന്യ കൂമ്പാരത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ തിരുവനന്തപുരത്തെ ഈ 1972 തിരുവനന്തപുരത്തെ ഈ സ്ഥിതിയിലാക്കിയത് ഉത്തരവാദികൾ ആരാണ്? ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇപ്പോ ഏതെങ്കിലും ഒരു വീട്ടിൽ ഡ്രെയിനേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. പക്ഷെ അവരെല്ലാം എന്ത് ചെയ്യണം? ഡ്രെയിനേജിനുള്ള പൈസ കൂടെ കൊടുക്കണം വീട്ടുകാരത്തിന്റെ കൂടെ. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഡ്രെയിനേജ് ഉള്ള വീടുകൾ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ആ കരം കൂടെ എല്ലാവരിൽ നിന്നും വാങ്ങണം. എന്താണ്? മഴവെള്ളം പോകുന്നതും ആ ഓട കെട്ടുന്നതൊക്കെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ എല്ലാവരും കരം കൊടുക്കുന്നുണ്ട്. ഇത് കൃത്യമായി നീക്കേണ്ടതാരാണ്? അതൊന്ന്. രണ്ട്, ഈ തോടുകളുടെ പരിപാലനം, അതായത് ഈ തോടുകളുടെ പരിപാലനം എന്ന് പറയുന്നത് മേജർ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് 1956 PhD ഉണ്ടാകുന്നത്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. PhD ഉണ്ടായിട്ട് ഈ PhDയുടെ കീഴിലായിരുന്നു 1984 വരെ ഈ കംപ്ലീറ്റ് തോടുകളുടെ മെയിൻ്റനൻസ്. അന്നേരം ഈ തോടുകളിലൊക്കെ നല്ല ശുദ്ധമായിട്ട് ഉള്ള വെള്ളം ഒഴുകിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സതീഷ് ഗോപി, താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ കാലത്തും പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ആമയിഴഞ്ചാൻ തോടിനടക്കം സംരക്ഷിക്കുക. ഓപ്പറേഷൻ അനന്തയടക്കമുള്ള പദ്ധതികൾ നമുക്ക് മുന്നിൽ ഉണ്ട്. പക്ഷേ അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നതും വളരെ പ്രസക്തമായൊരു ചോദ്യമാകുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാനിപ്പോ പറയുമ്പോ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഈ മാലിന്യ സംസ്കരണം വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നഗരസഭയും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും നടത്താമെങ്കിൽ ഒന്നാമത്തെ കാര്യം. രണ്ട്, ആരെല്ലാം ഇതിനകത്ത് മാലിന്യ നിക്ഷേപം നടത്തുന്നുണ്ടോ അവര് കർശനമായും നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. ഇവിടെ നിയമങ്ങളുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഫൈൻ ഈടാക്കണം, ശക്തമായ സംവിധാനം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ തോടുകളുടെ പരിപാലനം വളരെ കൃത്യമായിട്ട് നടക്കണം. മുൻപ് പറഞ്ഞതുപോലെ തോടുകളുടെ കരകൾ പല സ്ഥലത്ത് ഇടിഞ്ഞു കിടക്കുന്നു. അനധികൃത കയ്യേറ്റങ്ങളുണ്ട്. അനധികൃത കയ്യേറ്റം എന്ന് പറയുന്നത് തോടിന്റെ പഴയ വീതിയുടെ പകുതിയോളം അനധികൃത കയ്യേറ്റം കൊണ്ടുപോയിരിക്കുന്നു. 1960കളിലെ ഈ തോടുകളുടെ പീരീഡ്, ഈ തോടിങ്ങനെ ഒഴുകി പോകുന്നതും അതിന്റെ പ്ലാനും ഒക്കെ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലുണ്ട്. അതെടുത്തു വെച്ച് ഇന്ന് ഈ തോടിന് എത്ര വീതി ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ പകുതി വീതിയേ ഉള്ളൂ. അപ്പൊ ആ പകുതി വീതി ആരാ എൻക്രോച്ച് ചെയ്തത്? അത് ആരാ ഒഴിപ്പിക്കേണ്ടത്? അപ്പോ ഈ പകുതി വീതിയും അതിലടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുമാണ് ഒരു ചെറിയ മഴയിൽ പോലും നമ്മുടെ നഗരം വെള്ളത്തിലാവുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യില്ലെങ്കിൽ ഇത് ഗുരുതരമായ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അതുപോലെ മുൻപ് പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. ഈ തോടുകളെല്ലാം വളരെ ഗുരുതരമായ മലീമസമായ വെള്ളം ഇതിലൂടെ ഒഴുകി പോകുന്നതുകൊണ്ട് നഗരത്തിൽ ഇന്നുവരെ കാണാത്ത ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. മലമ്പനി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ നമ്മൾ വിസ്മൃതിയിൽ കളഞ്ഞ പഴയ അസുഖങ്ങളെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു. ആരോഗ്യ രംഗത്ത് നമ്മൾ നമ്പർ 1 എന്ന് അവകാശപ്പെട്ടിരുന്ന നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അതിന് കാരണം ആരാണ്? ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ജനത്തിന്റെ ജീവന് പ്രാധാന്യം കൊടുക്കണം, ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം, നമ്മൾ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ സുരക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരോഗ്യ കാരണങ്ങളാൽ സുരക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ എത്ര പേരാണ് പനി മൂലം മരണമടയുന്നത്? ഇതിനെല്ലാം കാരണം എന്താണ്? നമുക്ക് ചുറ്റും വൃത്തിയില്ലാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇവിടെ അതിരൂക്ഷമായ ഈ ഈ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ഒരാൾ മരിക്കുമ്പോൾ എല്ലാം പ്രവർത്തിച്ചാൽ പോരാ. കാലാകാലങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ
ഗുരുതരമായ വീഴ്ചയില്ലേ? യെസ്, ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് ശ്രീ സതീഷ് ഗോപി. ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ അമീരഞ്ചാൻ തോട് വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. അത് നഗരത്തിലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇനിയെങ്കിലും നഗരസഭയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും. വീണ്ടും രശ്മിയിലേക്ക്. രശ്മി, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ അനന്ത പോലുള്ള പദ്ധതികൾ അത് ചില ഭാഗങ്ങളിൽ തുടങ്ങി വച്ച് മറുഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് വരുമ്പോൾ അതപ്പാടെ ആ പദ്ധതി പോലും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലരെയും സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് ഉന്നതരെയടക്കം സംരക്ഷിക്കാനുള്ള, സ്വന്തക്കാരെയടക്കം സംരക്ഷിക്കാനുള്ള നഗരസഭയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ അത് തന്നെയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതും അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് പൊതുജനങ്ങളെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന് കാരണമായിട്ടുള്ളത്. ഓപ്പറേഷൻ അനന്തയെ കുറിച്ച് പറഞ്ഞു. ഓപ്പറേഷൻ അനന്ത ഇത്തരത്തിലുള്ള അനധികൃത കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ച് തലസ്ഥാന നഗരത്തിലെ ഈ ജലദുരന്തം, അതായത് വെള്ളക്കെട്ടിന് ഒരു നിമിഷം. ശ്രീ ഉണ്ണികൃഷ്ണൻ എസ്, പുഴ സംരക്ഷണ സമിതി പ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ എസ്, ഇവിടെ ഈ അമീഴഞ്ചാൻ തോടിന്റെ ദയനീയ അവസ്ഥ നിങ്ങൾക്ക് കൃത്യമായും അറിയാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഈ അമീഴഞ്ചാൻ തോടടക്കം നിരവധി തോടുകളുടെ അവസ്ഥ ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സുഗമമായ വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലും തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, ഈ ജോയിക്കായുള്ള തെരച്ചിലിനിടയിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാലാകാലങ്ങളായി കുന്നുകൂടി പാറ പോലെ അടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ മംഗൾ വിദഗ്ധരടക്കം അത് ഈ പ്രതിസന്ധിയായിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുഴകളെ എത്രത്തോളം ഇല്ലാതാക്കുകയാണ് ഈ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ? ഇത് കുറച്ചു കാലമായിട്ട് കേരളത്തിൽ വ്യാപകമായി വരുന്ന ഒരു വിഷയമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ തോടുകളിലും അതുവഴി ജലാശയങ്ങളിലും പുഴകളിലും ഒക്കെ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു അവഗണനയാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ ജലസമ്പത്തിനോടുള്ള അവഗണനയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് സർക്കാരിന്റെ ഭാഗത്തായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും വരുന്ന ഒരു അവഗണനയുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ. ഇത് നമ്മളെ തന്നെ ആരോഗ്യത്തെയാണ് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ട്രോപ്പിക്കൽ രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് വെയിലും കൊണ്ട് അതിൽ നിന്ന് ഡയോക്സിൻ പോലെയുള്ള മാരകമായ വിഷവാതകങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഇത് ജലത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ആയി മത്സ്യങ്ങളിലും മറ്റ് ജലജീവികളിലും കിടന്ന് അത് തിരിച്ച് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾക്കിലേക്ക് തന്നെ അത് ബയോ മാഗ്നിഫിക്കേഷൻ ആയി നമുക്ക് തന്നെ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളായിട്ട് വരുന്നു. ഇതൊക്കെ അറിവുള്ള ഒരു സമൂഹമാണ് കേരളം എന്നാണ് പൊതുവെയുള്ള വെളുപ്പ്. പക്ഷെ നമ്മുടെ ഖരമാലിന്യ സംസ്കരണത്തിനെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള ദീർഘമായിട്ടുള്ള അവബോധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പൊതുസമൂഹം ഇപ്പോഴും ഏറ്റെടുത്തിട്ടില്ല എന്താണ് ഇത്തരം പ്രവർത്തികൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റിയിലും ഹരിത കർമ്മസേനയുണ്ട്. അപ്പൊ അവര് കൃത്യമായിട്ട് വേർതിരിച്ച മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഇതിലേക്ക് നമ്മുടെ പൊതുസമൂഹം സഹകരിക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ നഗര മാലിന്യങ്ങളെ സംബന്ധിച്ച് അതിഗുരുതരമായ പ്രശ്നങ്ങളാണ്. കാരണം ടൺ കണക്കിന് മാലിന്യങ്ങളാണ് വരുന്നത്. കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിൽ നിന്നുണ്ട്, വീട്ടുകളിൽ നിന്ന് മാത്രമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ നമ്മുടെ തദ്ദേശ ഗവൺമെന്റുകളും അതുപോലെ തന്നെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഇതിനോട് ചേർന്ന് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ആവശ്യം. പ്രത്യേകിച്ച് ഇത് തോടുകളിലും ജലാശയങ്ങളിലും എത്തിച്ചേരാതിരിക്കാൻ ഉള്ള മുൻകരുതൽ എടുക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനും പരിശോധനയും ഒക്കെ ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ ആരോഗ്യരംഗത്ത് ഹോട്ടലുകളെയൊക്കെ ലംഘിച്ച് നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നടത്തുന്ന ഒരു ചെക്കപ്പ് ഉണ്ട്, പരിശോധനകളുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിശോധന നമ്മുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ ആവശ്യമായിട്ട് വരികയാണ്. കാരണം പ്രത്യേകിച്ച് ഈ തോടുകളെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇത് വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഇതൊരു മുന്നറിയിപ്പാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന്. രശ്മിയിലേക്ക്. രശ്മി അത് തന്നെയാണ്. കാരണം നമ്മുടെ പുഴകളെയും തോടുകളെയും നമ്മൾ സംരക്ഷിച്ചില്ല എങ്കിൽ എത്രത്തോളം അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് നമ്മൾ അനുഭവിച്ചറിയുകയാണ്. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഉദാഹരണം തന്നെയാണ് ആമയിഴഞ്ചാൻ തോടിൻ്റെ ഇന്നത്തെ ദയനീയ അവസ്ഥയും. ഇനി എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നാണ് നഗരസഭ ഇതിനകം വ്യക്തമാക്കുന്നത്. പക്ഷേ അതും മുഖം രക്ഷിക്കാനുള്ള ചില ഇടപെടലുകൾ മാത്രമായി ഒതുങ്ങാൻ തന്നെയാണ് സാധ്യതയും. അത്തരത്തിലുള്ള വിമർശനങ്ങളുമാണ് ഉയരുന്നത് അല്ലേ?
തീർച്ചയായും അത്തരത്തിലാണ്. ഈ ഒരു ജോയിയുടെ മരണം സംഭവിച്ചതോടുകൂടി നഗരസഭ കൃത്യമായി ഇടപെടൽ നടത്തുമെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ താൽക്കാലികമായി മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് നഗരസഭ നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നഗരസഭ മേയർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ അപകടം സംഭവിച്ചത് റെയിൽവേയുടെ പരിധിയിലുള്ള ഭാഗമാണ്, റെയിൽവേയുടെ വീഴ്ചയാണ്. ഈ ശുചീകരണത്തിനായി പലതവണ റെയിൽവേക്ക് കത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ റെയിൽവേ അത് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കുക, കുറ്റങ്ങളെല്ലാം തന്നെ റെയിൽവേയുടെ മേൽ ആരോപിക്കുക. അത്തരത്തിലുള്ള സമീപനം തന്നെയാണ് നഗരസഭ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റം മറ്റുള്ളവർക്ക് മേൽ പഴിചാരുന്ന നിലവിലെ അവസ്ഥയിൽ ഈ റെയിൽവേ അധികൃതരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം ഏതായാലും പൊതുസമൂഹം അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. നഗരസഭ ഇനിയെങ്കിലും ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.